നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ മഴ തുടരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂതത്താൻകെട്ട്, മലങ്കര ഡാമുകൾ തുറന്നതോടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ലേബി, ഈ ഡാമുകൾ തുറന്നതോടെ ആളുകളൊക്കെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? ജലനിരപ്പ് ഉയർന്നതൊക്കെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മറ്റൊന്ന്, ഈ കൊച്ചിയിൽ ഇപ്പോൾ എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നത്? റോഷ്നി, കൊച്ചി നഗരത്തിൽ ഇടവിട്ട് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എറണാകുളം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും ഏതാണ്ട് അതുതന്നെയാണ് അവസ്ഥ. കൊച്ചി നഗരത്തിൽ ഏതാണ്ട് 1 മണിക്കൂറായി ഇപ്പോൾ മഴയൊന്ന് ശമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. അത് കണ്ട് വിശ്വസിക്കാനും സാധിക്കില്ല. പെട്ടെന്ന് തന്നെയാണ് മഴ ഉറഞ്ഞു പെയ്യുന്നത്. കൊച്ചി നഗരത്തിൻ്റെ ഒരു പ്രത്യേകത, മഴയൊന്ന് ഉറഞ്ഞു പെയ്താൽ അപ്പോൾ തന്നെ വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ കാലവർഷം നേരത്തെയാണ് വന്നിരിക്കുന്നത്. കാന ക്ലീനിങ് ഒക്കെ നടന്നു വരികയാണ്. കാനയിലെ മലിനജലം കൂടി റോഡിലേക്ക് കലരും. യാത്ര വളരെ ദുസ്സഹമാകുന്ന കാഴ്ചയാണ് കൊച്ചി നഗരത്തിലുള്ളത്. എറണാകുളം ജില്ലയുടെ മറ്റൊരു പ്രത്യേകത, കിഴക്കൻ മേഖലയെയും അതുപോലെ തന്നെ തീരദേശ മേഖലയെയും കാലവർഷം ഒരുപോലെ തന്നെ ബാധിക്കും. മഴക്കെടുതി ഒരുപോലെ തന്നെ ബാധിക്കുക പതിവാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കിഴക്കൻ മലയോര മേഖലയിലെല്ലാം മഴക്കെടുതി രൂക്ഷമായിട്ടുണ്ട്. നേര്യമംഗലം ഭാഗത്ത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് രൂക്ഷമായി ഇവിടെ ഗതാഗതക്കുരുക്കുണ്ടായിട്ടുണ്ട്. ഒറ്റ വരിയിലൂടെയാണ് ഗതാഗതം ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേര്യമംഗലം അടക്കമുള്ള, കോതമംഗലം അടക്കമുള്ള മറ്റു ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ചില ഭാഗങ്ങളിലേക്ക് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മരം കടപുഴകി വീണ പല ഭാഗങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചില വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ടുണ്ട്. അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തീരദേശ മേഖലയായ മുനമ്പത്ത് രാവിലെ വലിയൊരു മരം ഹാർബറിലേക്ക് കടപുഴകി വീണു. ഭാഗ്യത്തിനാണ് അപകടം മാറി നിന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് പല സ്ഥലങ്ങളിലും. കുന്നത്തുനാട് പഞ്ചായത്തിൽ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മരം വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കിൻഫ്രയുടെ മതിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇടിഞ്ഞു വീണിരുന്നു. റോഡ് ഗതാഗതം കുറച്ചു നേരത്തേക്ക് തടസ്സപ്പെട്ടിരുന്നു. മറ്റൊരു ഭാഗത്താകട്ടെ ഇത്തരത്തിൽ പറവൂര്, ആലുവ ഭാഗങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തും ഏതാണ്ട് ഇതുതന്നെയാണ് അവസ്ഥ. തീരദേശ മേഖല കടലാക്രമണ ഭീഷണിയിലാണ്. ഒപ്പം തന്നെ മലയോര മേഖല ഇത്തരത്തിൽ മണ്ണിടിച്ചിലിന്റെ ഭീഷണിയിലാണ്. റോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലങ്കര ഡാമും ഭൂതത്താൻകെട്ട് ഡാമും തുറന്നു വിട്ടതോടുകൂടി, ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയതോടുകൂടി ഇത്തരത്തിൽ വെള്ളത്തിന്റെ നില ഉയർന്നിട്ടുണ്ട് നദികളിലെല്ലാം. ഇരു കരകളിലുള്ളവർക്ക് നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ കളക്ടർ നൽകിയിരുന്നു. എല്ലാവരും ജാഗ്രത പുലർത്തുന്നുണ്ട്. നദിയിൽ ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പും കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. റോഷ്നി, ശരി. ലേബി സജീന്ദ്രനാണ് ജില്ലയിലെ സാഹചര്യം വിശദീകരിച്ചത്. ഇനി നമുക്ക് കടലാക്രമണ ഭീഷണിയുള്ള ഒരു പ്രദേശത്തേക്ക് പോകാം. എറണാകുളം കണ്ണമാലി മേഖലയിൽ കടലാക്രമണ ഭീഷണി രൂക്ഷം. പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെ ടെട്രാപോഡ് നിർമ്മിക്കാത്തതിനാലാണ് പ്രതിസന്ധി. മഴ കൂടുതൽ ശക്തമായാൽ തീരദേശത്തുള്ളവർക്ക് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരും. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഈ തീരദേശത്തുള്ളവർക്ക് എല്ലാ മഴക്കാലത്തും ഇങ്ങനെ പ്രതിസന്ധി അവർ പറയുന്നതാണ്. ടെട്രാപോഡൊക്കെ നിർമ്മിക്കണം എന്നുള്ളത് എല്ലാ കാലത്തും ഉയരുന്ന ആവശ്യമാണല്ലോ അല്ലേ? എന്താണ് ആ പ്രദേശത്തുള്ളവരുടെ അവസ്ഥ? റോഷ്നി, കഴിഞ്ഞ വർഷമുണ്ടായ അതേ സാഹചര്യം, അതായത് കടലാക്രമണ ഭീഷണിയിലാണ് കണ്ണമാലി മേഖല. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണമാലി ശ്രീരാമ ക്ഷേത്രത്തിനോട് ചേർന്നാണ്. ഇവിടെ ഈ ടെട്രാപോഡ് നിർമ്മിക്കാത്ത കടൽഭിത്തി പോലും, താൽക്കാലികമായൊരു കടൽഭിത്തി പോലും ഇല്ലാത്തൊരു മേഖലയാണ്. ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ ഈ വേലിയേറ്റം ഉണ്ടാകും. അതോടുകൂടി ഈ തീരദേശ മേഖലയിലേക്ക്, ജനവാസ മേഖലയിലേക്ക്, വീടുകളിലേക്ക് വലിയ തോതിൽ കടൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. ഇത്തരത്തിൽ ഇപ്പോൾ അല്പം ജലനിരപ്പ് ഒന്ന് കുറഞ്ഞതാണ്. ഈ കടലാക്രമണം അല്പം ഒന്ന് കുറഞ്ഞതാണ്. രാത്രിയാകുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നമുണ്ടാകും. ഏതാണ്ട് 200ഓളം വീടുകൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ട്. ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ഒരു സ്ഥിരമായ ഒരു ടെട്രാപോഡ് നിർമ്മിക്കണം, അല്ലെങ്കിൽ ഒരു കടൽഭിത്തി നിർമ്മിക്കണം. പക്ഷേ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ചെറിയൊരു ഗ്യാപ്പിൽ മാത്രം താൽക്കാലികമായ ഒരു സംവിധാനം അല്ലെങ്കിൽ കടൽഭിത്തി പോലും നിർമ്മിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയുള്ള വഴികളിലേക്കൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒന്ന് ഇറങ്ങിത്തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ കടലിൽ നിന്ന് രൂക്ഷമായി തന്നെ കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചേച്ചി, എന്താ ഈ പ്രശ്നം? എത്ര കാലമായി? ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ചെല്ലാനം പഞ്ചായത്തിൽ ടെട്രോപാഡ് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ പുത്തൻതോട് വരെ ടെട്രോപാഡ് വന്നപ്പോൾ ഞങ്ങളൊക്കെ വളരെ ആശ്വാസം കണ്ടെത്തിയതായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ശാശ്വത പരിഹാരം ഇന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ 2 കൂടി മക്കളാക്കി ഉപേക്ഷിച്ച് കളഞ്ഞു. ഞങ്ങൾ 2 കൂടി മക്കളാണ് ചെല്ലാനം പഞ്ചായത്തിലെ. കണ്ണമാലി പുത്തൻതോട് തുടങ്ങി വടക്കോട്ടുള്ള എല്ലാവരും 2 കൂടി മക്കളാക്കി ഞങ്ങളെ ഇങ്ങനെ കഷ്ടത്തിലാക്കിയിട്ടേക്കാണ്.
വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്നത്. ഞാൻ മുമ്പ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു, പക്ഷെ അന്നേരം ഇത്രയും ദുരിതങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്നിവിടെ വളരെ മോശമായിട്ട് കിടക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇവിടുത്തെ ജനങ്ങൾ പോലും വിളിച്ചിട്ട് വരുന്നില്ല. കാരണം എന്താ, അവർ മടുത്തെന്നാ പറയണത്. ചാനലുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് അവര് മാധ്യമക്കാരോടൊക്കെ പറഞ്ഞ് മടുത്തെന്നാണ് പറയുന്നത്. ആർക്കും വിളിച്ചാൽ പോലും വരാൻ താല്പര്യമില്ല. കാരണം എല്ലാം അനുഭവിക്കുകയാണ്, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറിന്റെ ക്യാമ്പ് ഹൗസിൽ പോയി കളക്ടറെ കണ്ടു. അപ്പോഴും സംസാരിച്ചപ്പോഴും കളക്ടർ പറഞ്ഞു നമുക്ക് താൽക്കാലിക പ്രതിരോധം ഏർപ്പെടുത്താന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പിന്നെയും പാസ്സായി എന്ന് പറഞ്ഞു പഞ്ചായത്തിന്. എന്നിട്ട് ഞങ്ങൾ പിന്നെയും പോയി കളക്ടറേറ്റിൽ. അന്നും ഈ കളക്ടർ ഞങ്ങളോട് പറഞ്ഞാണ് പഞ്ചായത്ത് മനോരമ പേപ്പറിൽ റിപ്പോർട്ട് വരെയുണ്ട് ഞങ്ങൾ പോയതിന്റെയും ഇത് പാസ്സായി എന്ന് പറഞ്ഞതിന്റെ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇത് ചെയ്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കണ്ടായിരുന്നു. ഇത്രയും വലിയ ദുരിതം. കാരണം ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊരു കടൽക്ഷോഭമൊന്നും അല്ല, കടൽ ഇളകി വന്നേക്കണമെന്നും അല്ല. ചെറിയൊരു മഴ വന്നതിന്റെ അല്ലെങ്കിൽ ചെറിയൊരു കാറ്റ് വന്നതിന്റെ മാത്രം ഒരു ഇതാണിത്. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഇതിലും ഭയങ്കര ഭയാനകമാണെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വീഡിയോകൾ വെച്ച് കാണാം, നിങ്ങൾക്കൂടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഇവിടുത്തെ ആളുകൾ. അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് കാണണം. കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്താ ചെയ്യണം? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും മരിക്കുമെന്നാ തോന്നണേ. ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്ത് സമരവും റോഡ് ഉപരോധം എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മരിക്കേണ്ടി വരും. ഞങ്ങളൊരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? ഞങ്ങൾക്കിത് ചെയ്തു തരണം. അപ്പൊ ഈ താൽക്കാലികം ഇത് കഴിഞ്ഞ ആഴ്ച വെച്ചായിരുന്നെങ്കിൽ കളക്ടറോട് വരുമെന്ന് പറഞ്ഞാണ്, ഈ സ്പോട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ. പക്ഷെ കളക്ടറൊന്നും വന്നിട്ടില്ല ഇവിടെ. ഈ കളക്ടറിന് മുമ്പ് വന്നപ്പോഴും ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് കളക്ടർ അന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ളത് അർജുൻ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കണ്ണമാലിയിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കണ്ണമാലിക്കാർ എത്ര കാലമായി ഇത് പറയുന്നു എന്നുള്ളതാണ്. അവരൊരു ടെട്രാപോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ കാലങ്ങളായി ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അപേക്ഷകൾ സമർപ്പിക്കുമ്പോഴും നിവേദനങ്ങൾ വെക്കുമ്പോഴും ഇതൊന്നും സാധ്യമാവുന്നില്ല. ആ മനുഷ്യർ ഇപ്പോഴും കണ്ണീരിലാണ്.